ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി സൈഡ് വേസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 23,654 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 122 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 53,439 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 22 പോയിൻറ്റ്സ് കുറഞ്ഞ് 61,300 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മാൾ ക്യാപ്പ് ഇന്ന് 112 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 17,983 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17.82 സെൻസെക്സ് 75,183 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് 2,492 കോടി നെറ്റ് ബൈ ആയിരുന്നു നടന്നത്. എന്നാൽ FIയുടെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് തുടരുകയാണ്. ഇന്ന് 1,891 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നിഫ്റ്റി റിയാലിറ്റി എബവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 71 പോയിൻറ്റ്സ് ഉയർന്ന് 25,986 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 4277 ക്ലോസ് ചെയ്തപ്പോൾ 122 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 57 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,237 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 257 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 50,263 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 62 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 15,913 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 25 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 9381 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 164 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 29,021 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1395 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 13,213 ക്ലോസ് ചെയ്തപ്പോൾ 27 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,377 ക്ലോസ് ചെയ്തപ്പോൾ 18 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 47 പോയിൻറ്റ്സ് ഉയർന്ന് 24,890 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 7988 ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 8 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 775 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,675 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,618 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,659 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 23,654 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയ മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് ഈ ആഴ്ച ഉണ്ടായിട്ടില്ല. ആകെ 11 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഈ ആഴ്ച നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 0.05% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുൻപ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,654 നിൽക്കുമ്പോൾ 9.47% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ് 12 മാസത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 നിഫ്റ്റി ഇന്ന് 23,654 നിൽക്കുമ്പോൾ 4.43% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,711 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,237 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാസിം 6.17% റാലി നടത്തി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 3.25% റാലി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 2.85%, ബജാജ് ഓട്ടോ 1.95%, ട്രെൻഡ് 1.72%, ബജാജ് ഇലക്ട്രിക് 1.72%, HDFC ലൈഫ് 1.53%, മാക്സ് ഹെൽത്ത് കെയർ 1.43%, വിപ്രോ 1.33% ആൻഡ് ഹിൻഡൽകോ 1.27% റാലി നടത്തി. ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് 1.61% ഫോളോ കണ്ടു. HUL 1.37% ഫോളോ നടത്തി. ടെക് മഹീന്ദ്ര 1.32%, ടാറ്റ കൺസ്യൂമർ 1.14%, ബജാജ് ഫിൻസർവ് 1.12%, ഇൻഫോസിസ് 1.05%, ഭാരതി എയർടെൽ 1.03%, നെസ്ലെ ഇന്ത്യ 0.96%,
ശ്രീറാം ഫിനാൻസ് 0.94% ആൻഡ് NTPC 0.93%-ൻ്റെ ഫോളോ നടത്തി. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനില്ല. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.